SS2-ലെ 7-ാമത്തെ അധ്യായമായ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ വടക്കുഭാഗത്ത് വൻ പർവ്വതങ്ങളുടെയും പിന്നീട് താഴ്വരകളുടെയും പീഠഭൂമികളുടെയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉൾക്കൊള്ളുന്നതുമായ ഭൂപ്രദേശമാണ്. അനേകം നദികളും വിവിധങ്ങളായ മറ്റ് ഭൂസവിശേഷതകളും ഉള്ള ഭൂപ്രകൃതിയാണ് ഇന്ത്യ. അത്തരം വൈവിധ്യങ്ങളെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം നമ്മൾ തിരിച്ചറിയുക. അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. രേഖാംശീയമായി 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ഇതാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇങ്ങനെയുള്ള ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമുക്ക് 4ആയി തരംതിരിക്കാം. ഉത്തര പർവ്വത മേഖല, സ്ക്രീൻ ശ്രദ്ധിക്കുക. ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങളും ദ്വീപുകളുമാണ്. ഇങ്ങനെ പഠന സൗകര്യത്തിനായി തരംതിരിച്ചതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ തിരിച്ചറിയാൻ കഴിയും. ആദ്യം ഉത്തര പർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് ശ്രദ്ധിക്കുക. അതിൽ ABC 1 2 3, താഴെ വീണ്ടും 1 2 3 4 തുടങ്ങിയ അക്കങ്ങളിൽ ചില പർവ്വതങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് നൽകിയിരിക്കുന്ന പട്ടികയിലൂടെ നമുക്കിത് കൂടുതൽ വ്യക്തമാവും. ഉത്തര പർവ്വത മേഖലയെ നമുക്ക് 3ആയി തരംതിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഈ 3 മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് നിങ്ങൾ മാപ്പിൽ കാണുന്നത്. ABC എന്നിവ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾക്കൊള്ളുന്ന കാരക്കോറം, ലഡാക്ക്, സസ്കർ പർവ്വതനിരകളാണ്. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നതാണ് പാത്കായ് ബൂം, നാഗ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ എന്നിവ. ഇനി നമ്മൾ ഉത്തരപർവ്വത മേഖലയിലെ ഓരോ പർവ്വത വിഭാഗത്തെയും വിശദമായി തിരിച്ചറിയാൻ തുടങ്ങുന്നു. ഒന്ന്, ട്രാൻസ് ഹിമാലയം. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. കാരക്കോറം, ലഡാക്ക്, സസ്കർ, നേരത്തെ ടേബിളിൽ പറഞ്ഞ ഈ വിഭാഗമാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോൾഡൻ ആസ്റ്റിൻ എന്ന കൊടുമുടി. ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഉത്തരമേഖലയിലെ 2ാമത്തെ പർവ്വത വിഭാഗമാണ് ഹിമാലയൻ മലനിരകൾ. ഏകദേശം 2400 കിലോമീറ്റർ ദൂരമാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് പോകുന്തോറും ഈ പർവ്വതത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു വരുന്നു. ഈ പർവ്വതനിര 3 പ്രധാനപ്പെട്ട പർവ്വതനിരകളുടെ സഞ്ചയമാണ്. ആ 3 ഏതാണെന്ന് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണും. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് നിരകൾ. ഇവയാണ് ഹിമാലയൻ പർവ്വതത്തിൻ്റെ 3 പ്രദേശങ്ങൾ. അല്ലെങ്കിൽ ഹിമാലയൻ പർവ്വതനിരയെ 3ആയി തരംതിരിക്കാം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നിങ്ങൾ സ്ക്രീനിൽ കാണും. ആദ്യം ഹിമാദ്രി, തുടർന്ന് ഹിമാചൽ, അടുത്തത് സിവാലിക് നിരകൾ. ഉത്തരപർവ്വത മേഖലയിൽ വൻ പർവ്വതങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അവ മുറിച്ചു കടക്കാനുള്ള ചില ചെറിയ മലയിടുക്കുകളെയാണ് നമ്മൾ ചുരങ്ങൾ എന്ന് പറയുന്നത്. അത്തരം ചുരങ്ങളുടെ പ്രത്യേകതകളാണ് നിങ്ങളിപ്പോൾ
പേരുകളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ പ്രദേശങ്ങളിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ ഓക്ക്, ചെസ്നട്ട്, മാപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും ഉയരം കുറഞ്ഞ സ്ഥലങ്ങളിൽ ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കാണപ്പെടുന്നു. ഉത്തര പർവ്വത മേഖലയിലെ മൂന്നാമത്തെ വിഭാഗമാണ് കിഴക്കൻ മലനിരകൾ. ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശം പൂർവാചൽ എന്നുകൂടി അറിയപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നിവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉഷ്ണമേഖല മഴക്കാടുകൾ ധാരാളമായി കാണപ്പെടുന്നു. ഉത്തരപർവ്വത മേഖലയിലെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും അല്ലാത്തിടങ്ങളിലുമെല്ലാം ഫലപുഷ്ടിയോടുകൂടിയ പർവ്വത മണ്ണാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ജീവിതോപാധി മൃഗപരിപാലനം ആണ്. കാശ്മീർ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നു. പർവ്വതനിരകളിൽ നിന്നുദ്ഭവിക്കുന്ന നദികൾ വഹിച്ചുകൊണ്ടിരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞുകൂടി സിവാലിക്കിൻ്റെ താഴ്വര ഫലപുഷ്ടിയുള്ള മേഖലയായിരിക്കുന്നു. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് എന്നിവ കൂടാതെ ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നു. തേയിലയും ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മേഖല ഇവിടെയാണ്. ഏറെ പ്രകൃതി ഭംഗിയുള്ള ഇത്തരം പ്രദേശങ്ങളിൽ സിംല, ഡാർജിലിംഗ്, കുളു, മണാലി എന്നിവ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ കൂടിയാണ്. ഇങ്ങനെയുള്ള ഉത്തര പർവ്വത മേഖലയുടെ പ്രധാനപ്പെട്ട സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളിനി സ്ക്രീനിൽ കാണാൻ പോകുന്നത്. ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യം. മഞ്ഞുമൂടിയ ഹിമാലയൻ ശിഖരങ്ങളിൽ നിന്നും ധാരാളം നദികൾ ഉത്ഭവിക്കുന്നു. അവയെ ഹിമാലയൻ നദികൾ എന്ന് പൊതുവെ വിളിക്കുന്നു. പ്രധാന ഹിമാലയൻ നദികളുടെ പേരാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ആ നദികൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, അവ എങ്ങോട്ടാണ് ഒഴുകുന്നത്, ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു, അവയുടെ പ്രധാനപ്പെട്ട കൈവഴികൾ ഏതൊക്കെയാണ് തുടങ്ങിയവ നൽകിയിരിക്കുന്ന മാപ്പിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുക. തുടർന്ന് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഹിമാലയൻ നദികളെ സംബന്ധിക്കുന്ന പട്ടികയാണ്. കുറേ ഘടകങ്ങൾ അതിൽ നൽകിയിട്ടുണ്ട്. പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ തുടങ്ങിയ ഭാഗം നിങ്ങൾ മാപ്പിൻ്റെ സഹായത്താൽ കണ്ടെത്തി പൂരിപ്പിക്കുക.